ഇതാണ് നമ്മൾ പറയുന്ന സ്കിന്നി ഫാറ്റ് ഫിസിക്. വെയിറ്റ് കുറവാണ്, പക്ഷെ ഷേപ്പില്ല. ബെല്ലി ഫാറ്റ് ഉണ്ട്, ചെസ്റ്റ് ഫ്ലാറ്റും ആണ്. ആംസ് തിന്നുമാണ്, ജിമ്മിൽ പോകുന്നുണ്ട്, ഡയറ്റും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ മിറർ നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. ഇതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? വളരെ സിമ്പിൾ ആണ്. ഫാറ്റ് അല്ല പ്രോബ്ലം, മസിൽ ഇല്ലാത്തതാണ് പ്രോബ്ലം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആലോചിക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് കുറയ്ക്കണം, കാർഡിയോ കൂട്ടണം, കലോറീസ് എല്ലാം ഫുള്ള് കട്ട് ചെയ്യണം. പക്ഷെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ നീ ഓൾറെഡി വീക്കാണ്. അതുകൊണ്ട് വെയിറ്റ് മാത്രം കുറച്ചാൽ ബോഡിയിൽ ഒന്നും തന്നെ കാണാണ്ടാവില്ല. സ്കിന്നി ഫാറ്റ് ബോഡി ഫിക്സ് ചെയ്യാൻ നമുക്ക് ഫാറ്റ് ലോസിനേക്കാൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മസിൽ ബിൽഡ് ചെയ്യാനാണ്. സ്കിന്നി ഫാറ്റ് ഫിസിക്ക് വരുന്നത് പ്രോപ്പറായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കാണ് 6 days ജിമ്മിൽ പോകണം, ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യണം, 2 hours വേർത്ത് കാർഡിയോ ചെയ്യണം എന്നൊക്കെ. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 week കഴിയുമ്പോഴേക്കും നമ്മൾ തളരും, നമ്മുടെ മോട്ടിവേഷൻ പോവും, ജിമ്മിൽ പോകുന്ന സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിൽ 3 to 4 days ട്രെയിനിങ് മാത്രം മതി. ഇതുകൊണ്ട് തന്നെ ഒരു സെഷനിൽ നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാനും പറ്റും, പ്രോപ്പർ റിക്കവറി ടൈം കിട്ടും. അതിനൊപ്പം കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. ബിഗിനർ ആണെങ്കിൽ നമ്മുടെ ബോഡി റിക്കവർ ആവാൻ നല്ല ടൈം വേണം. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ റിസൾട്ടും കിട്ടും. ഫാൻസി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒന്നും വേണ്ട, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒന്നുള്ള വർക്കൗട്ട്സ് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. സ്ക്വാട്സ്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ്, ഓവർഹെഡ് പ്രസ്, റോസ്, പുൾ ഡൗൺസ്, കോമ്പൗണ്ട് ലിഫ്റ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾ മസിൽസ് വർക്കാവും. ഇത് നമ്മുടെ സ്ട്രെങ്ത്തിനും മസിൽ ഗ്രോത്തിനും സഹായിക്കും. ജിമ്മിൽ പോയി എല്ലാ ദിവസവും ബൈസെപ്സിനും ട്രൈസെപ്സിനും മാത്രം അടിച്ചാൽ ബോഡി ബിൽഡ് ആവില്ല. നമുക്ക് സ്ട്രോങ് ആയുള്ള ഫൗണ്ടേഷൻ വേണം. അടുത്ത ഔട്ടാണ് മസിൽ ബിൽഡ് ചെയ്യാൻ സർപ്ലസ് വേണമല്ലേ? നിന്റെ ബോഡിയിൽ ഓൾറെഡി ഫാറ്റ് സ്റ്റോർ ഉണ്ട്. നീ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് പ്രോട്ടീൻ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ കാലോറി ഡെഫിസിറ്റിൽ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ആയിട്ട് 6 to 12 മാസം നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ഉണ്ട്. ഡെയിലി നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ അപ്രോക്സിമേറ്റ്ലി ഒരു 300 അല്ലെങ്കിൽ 500 കലോറീസ് കുറവ് കഴിച്ചാൽ മതി. ഒരു ചെറിയൊരു കലോറി ഡെഫിസിറ്റ്. ഇത് നമ്മൾ കുറച്ച് കഴിക്കുന്നതല്ല, നമുക്കൊരു ബെറ്റർ ഫുഡ് ചോയ്സ് ആണത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാം, നമുക്ക് എഗ്സ് എടുക്കാം, അതിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് കോഫിയും കൂടി എടുക്കാം. സെയിം നമ്മുടെ വയറ് നിറയും, കുറച്ച് കലോറീസും ആണ്, അതോടൊപ്പം തന്നെ നമുക്ക് പ്രോട്ടീനും കിട്ടും. അതുകൊണ്ട് ഫുഡ് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് എഗ്സ് എടുക്കാം, നമുക്ക് മീറ്റ്, ഫിഷ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഫുഡ്സ് മതി. നമ്മൾ ഈ പുറത്തുനിന്ന് കഴിക്കുന്ന അൾട്രാ പ്രോസസ്ഡ് ആയ ഫുഡ് എല്ലാം കുറയ്ക്കണം. അതുപോലെ തന്നെ ഷുഗറും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന എല്ലാം കുറയ്ക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എനർജി സ്റ്റേബിൾ ആവും, സ്ലീപ്പ് ബെറ്റർ ആവും, നമ്മൾ വർക്കൗട്ടിൽ സ്ട്രോങ്ങറും ആവും. അതോടൊപ്പം തന്നെ ഫാറ്റ് സ്ലോലി കുറയും. നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ കാർഡിയോ ഒരു ഓപ്ഷനിലാണ്. എല്ലാവരും ചോദിക്കുന്ന പോലെ കാർഡിയോ ചെയ്താൽ മാത്രമാണോ ഫാറ്റ് ലോസ് കുറയുക? ഒരിക്കലും അല്ല, അതൊരു ഓപ്ഷനിലാണ്. ഇപ്പോൾ റണ്ണിങ് ഇഷ്ടമാണോ? ചെയ്യാം. സൈക്ലിംഗ് ഇഷ്ടമാണോ? അതും ചെയ്യാം. പക്ഷേ ഇത് ഫാറ്റ് ലോസിന് കമ്പൽസറി അല്ല. ഡെയിലി നമുക്കൊരു 8000 സ്റ്റെപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. വാക്കിംഗ് ലോ എഫേർട്ട് ആണ്, പക്ഷെ അത് ഹൈലി എഫക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് 2 പേർക്കും അറിയാം. സിമ്പിൾ റൂളാണ്. നമുക്കൊരു 130 ഗ്രാം തുടങ്ങി 150 ഗ്രാം വരെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാം. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇത്ര പ്രോട്ടീൻ എടുക്കണം, അതായത് ഒരു 150 കറക്റ്റ് ഇത്രയും 140 അങ്ങനെ ഒന്നുമില്ല. 1 വീക്ക് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് കലോറീസും പ്രോട്ടീനും സെറ്റ് ആക്കുക. പിന്നെ നമ്മൾ ട്രാക്കിംഗ് സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ സെയിം ഫുഡ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലൈഫ് കുറച്ചുകൂടി ഈസിയാണ്. സത്യം പറയാൻ ആരും തന്നെ ഫുഡ് എപ്പോഴും ട്രാക്ക് ചെയ്യുന്നവരല്ല. അത് ഓക്കെയാണ്. നമ്മൾ ഇതൊക്കെ ചെയ്താലും ഇതൊരു 30 days കൊണ്ടുള്ളൊരു മാജിക് അല്ലാതെ 3 to 4 months കൺസിസ്റ്റന്റ് ആയിട്ട് പുഷ് ചെയ്താൽ നമുക്ക് മിറർ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ പറ്റും നമ്മൾ കറക്റ്റ് ട്രാക്കിൽ തന്നെയാണോ എന്ന്. ഫാറ്റ് കുറയും, മസിൽ വരും, ബോഡി ഷേപ്പ് മാറും. ഇത് സ്ലോ ആണ്, പക്ഷെ പെർമനന്റ് ആണ്. സ്കിന്നി ഫാറ്റ് ബോഡി ചേഞ്ച് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റംസ് ഒന്നും വേണ്ട. സിമ്പിൾ ട്രെയിനിങ്, സിമ്പിൾ ഫുഡ്, പിന്നെ ഏറ്റവും വലിയ കാര്യം നല്ല ക്ഷമ വേണം. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഒരുമിച്ച് ട്രെയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി.